ഇത് പ്രഷർ കുക്കർ പാലട പായസം ഉണ്ടാക്കുന്ന വളരെ എളുപ്പമുള്ള ഒരു രീതിയാണ്. ഒരുപാട് ഇളക്കി നിൽക്കാതെ തന്നെ നല്ല രുചിയുള്ള പായസം ഉണ്ടാക്കാം. ആവശ്യമായ ചേരുവകൾ. ഇൻഗ്രീഡിയൻസ്. ചേരുവ. അളവ്: പാൽ ഫുൾ ക്രീം 1 ലിറ്റർ. പായസം അട റൈസ് അട 1/2 കപ്പ്. പഞ്ചസാര ഷുഗർ 3/4 കപ്പ്. ഏലക്കപ്പൊടി കാർഡമോം പൗഡർ 1/2 ടീസ്പൂൺ. നെയ്യ് ഗീ 1 ടീസ്പൂൺ. ഓപ്ഷണൽ. തയ്യാറാക്കുന്ന വിധം. സിമ്പിൾ സ്റ്റെപ്സ്. സ്റ്റെപ്പ് 1. അട റെഡിയാക്കാം. 1. പായസം അട റൈസ് അട ഒരു പാത്രത്തിലെടുത്ത് അത് 30 മിനിറ്റ് ചൂടുവെള്ളത്തിൽ ഹോട്ട് വാട്ടർ അടച്ചു വെക്കുക. 2. അതിനുശേഷം അട നന്നായി കഴുകി അതിലെ വെള്ളം പൂർണ്ണമായും ഊറ്റിക്കളയുക. സ്റ്റെപ്പ് 2. കുക്കറിൽ വേവിക്കാം. 1. ഒരു പ്രഷർ കുക്കർ എടുക്കുക. അതിൽ 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച ശേഷം പാൽ ഒഴിക്കുക. 2. പാലിലേക്ക് കഴുകി വെച്ച അടയും പഞ്ചസാരയും ചേർക്കുക. 3. എല്ലാം കൂടി നന്നായി ഇളക്കിയ ശേഷം കുക്കറിന്റെ വിസിൽ വെയിറ്റ് വിസിൽ ഇടാതെ അടയ്ക്കുക. 4. കുക്കർ ചെറിയ തീയിൽ ലോ ഫ്ലെയിം വെച്ച് 30 മുതൽ 40 മിനിറ്റ് വരെ വേവിക്കുക. ശ്രദ്ധിക്കുക, ഈ സമയം കുക്കർ തുറക്കരുത്. സ്റ്റെപ്പ് 3. ഫിനിഷിംഗ്. 1. 30 മുതൽ 40 വരെ മിനിറ്റിന് ശേഷം തീ ഓഫ് ചെയ്യുക. 2. കുക്കറിലെ പ്രഷർ മുഴുവനായും തനിയെ പോയി തണുത്ത ശേഷം മാത്രം കുക്കർ തുറക്കുക. തിടുക്കപ്പെട്ട് തുറക്കരുത്. 3. ഇപ്പോൾ പാൽ കുറുകി അട നന്നായി വെന്തിട്ടുണ്ടാകും. 4. ഈ സമയത്ത് ഏലക്കപ്പൊടി ചേർത്ത് നന്നായി ഇളക്കുക. വേണമെങ്കിൽ കുറച്ചുകൂടി നെയ്യ് ചേർക്കാം. സ്റ്റെപ്പ് 4. സെർവിംഗ്. ഇളം റോസ് നിറത്തിലുള്ള ക്രീമി പായസം റെഡി. ഇത് ചൂടോടെയോ അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചോ വിളമ്പാം. പ്രധാന ടിപ്പുകൾ. കീ ടിപ്സ്. വിസിലിടാതെയാണ് ഇത് വേവിക്കേണ്ടത്. ഇതാണ് പായസം കുറുകി നല്ല നിറത്തിൽ കിട്ടാനുള്ള പ്രധാന കാരണം. ഫുൾ ക്രീം പാൽ ഉപയോഗിച്ചാൽ പായസത്തിന് നല്ല ക്രീമി ടെക്സ്ചർ ലഭിക്കും. ഈ റെസിപ്പി മനസ്സിലായോ?